ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ആദ്യമായിട്ട് ട്രീറ്റ്മെന്റിന് വന്നവരൊന്ന് കൈവക്കിയതേ, മുമ്പിലിരിക്കുന്നവർ പുറകിലേക്ക് ഒന്ന് നോക്കിയത്. കൈ തട്ടല്ലേ? ഇന്ന് ആദ്യമായിട്ട് ട്രീറ്റ്മെന്റിന് വന്നവർ കൈവക്കിയതേ. ഓക്കെ, മനസ്സിലാവാനാ. കാരണം കയറിയപ്പോൾ തന്നെ കുറെ ആളുകൾ ഇന്ന് ആദ്യമായിട്ട് വന്നതാണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, ഇന്ന് ആദ്യമായിട്ട് വന്നതാണെന്ന് അറിഞ്ഞതുകൊണ്ട്. ഇന്ന് ആദ്യമായിട്ട് വന്നതല്ലെങ്കിൽ നിങ്ങൾ ഈ ഹോളിലേക്ക് നമ്മൾ വിളിക്കില്ല. ഓക്കെ, പഴയ ആളുകൾക്ക് പുറത്ത് വേറെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് 2 മണിക്ക്. അപ്പോൾ വീൽ ചെയറിൽ വന്നവരും ബുദ്ധിമുട്ടായി വന്നവരൊക്കെ ശ്രദ്ധിക്കുക. കുറേ നേരം ഇരിക്കേണ്ടതാ, വൈകിട്ട് 6 മണി വരെ ഇരിക്കേണ്ടതാ. അപ്പൊ ഇതിൽ ഇടങ്ങേറ് രോഗികളുണ്ടെങ്കിൽ ഇരിക്കാൻ കുറേ നേരം, വൈകിട്ട് 6 മണി വരെ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ അതുവരെ ഇരുത്താൻ പറ്റാത്ത രോഗികളെ, കിടപ്പ് രോഗികളെ, ഇടങ്ങേറുള്ള രോഗികളെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ വീട്ടുകാർ, കുടുംബക്കാർ എന്ത് ചെയ്താൽ മതി, ഈ കേൾക്കാനുള്ളത് കേട്ടിട്ട് ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ, ഇത് ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചാൽ മതി എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒന്നുകൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് ആദ്യമായിട്ട് ചികിത്സക്ക് വന്നവർ ഒന്നുകൂടി കൈ പൊക്കുക, എന്നിട്ട് ഇന്നിനി നിങ്ങൾ ഒരു ശബ്ദം എടുക്കുക. മേലാൽ ഇന്ന് ആദ്യമായിട്ട് വന്നതാണെന്ന് ഇനി പറയൂല എന്ന് പറയാം. എന്താ താത്തിക്കോ, എന്തിനാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞു വിടുമ്പോഴും വന്നിട്ട് ആദ്യം പറയാ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് വന്നതാണ്, ദൂരെ നിന്ന് വന്നതാണ്. രണ്ടാമത്തത്, എനിക്ക് ദൂരേന്ന്, ഹലോ, ദൂരേന്ന് വന്നതാണെന്ന് പറയാം. അപ്പൊ ദൂരേന്ന് വന്നവരൊക്കെ ഒന്ന് കഴിയൊക്കെ, എല്ലാവരും ദൂരേന്ന് വന്നതാ. ഓക്കെ, ആരും അടുത്തുനിന്ന് വന്നിട്ടുണ്ടാവില്ല. കാരണം അടുത്തുനിന്ന് വരാൻ ഇത്തിരി മണം കുറവുള്ളതുകൊണ്ട് ചിലപ്പോൾ വരൂല. മൂക്കിന് ചിലപ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മണം കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ എത്തണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ദൂരെ നിന്നായിരിക്കും. അപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് വന്നവരൊക്കെ ഒന്ന് കഴിക്കേ, തൃശ്ശൂർ ജില്ല, കാരണം എറണാകുളത്തിന്റെ അപ്പുറത്താണ്, അവർ ദൂരെ നിന്നാണ്. ഇപ്പുറത്ത് ആലപ്പുഴ ഉണ്ട്, ആലപ്പുഴ ഉണ്ട് എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന്റെ അപ്പുറത്ത്. അപ്പൊ ദൂരമുണ്ട്. തൊട്ടപ്പുറത്ത് കോട്ടയം, അതുണ്ട്, കോട്ടയമുണ്ട്. ദെൻ തൊട്ടപ്പുറത്ത് ഇടുക്കി. ഇടുക്കിക്കാര് ഒരുമിച്ചാണ് ഇരിക്കുന്നത്, അപ്പുറത്തുണ്ട്. ഓക്കെ, അപ്പൊ എറണാകുളത്തിന്റെ ഏകദേശം ചുറ്റിനാണ്. അപ്പുറത്ത് പിന്നെ കടലായതുകൊണ്ട് കടലിന്റെ അക്കരെ ചോദിക്കേണ്ടി വരും. ഞാൻ പറയാം, ആൻഡമാൻ നിക്കോബാർ ആണ് എനിക്ക് തോന്നി. നമുക്ക് അങ്ങേ അറ്റം ചോദിക്കാം. കാസർഗോഡുകാരുണ്ട്. നിങ്ങളുടെ ഭാഷയാണ് നമുക്ക് പ്രശ്നമുള്ളൂ. എന്താ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇവിടെ സംസാരിക്കണ്ട, അതാണ് ഭാഗ്യം. എന്താ, രോഗം പറയണ്ട, മിണ്ടണ്ട എന്നാണ് നമ്മുടെ റൂൾ. കണ്ണൂര്, ഓക്കെ, വെരി ഗുഡ്. ഞാൻ കോഴിക്കോട് പ്രാവശ്യം കുറവാണല്ലോ. ദെൻ മലപ്പുറം, ഓക്കെ. വയനാട് പറഞ്ഞില്ല എന്നല്ലേ ഞാൻ കേട്ടു. ഓക്കെ, വെരി ഗുഡ്. ദെൻ പാലക്കാടുണ്ട്. ദെൻ തൃശ്ശൂർ നമ്മൾ ചോദിച്ചു. പിന്നെ അവിടെ മലപ്പുറത്ത് ആ ഭാഗത്തേക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ? കൊല്ലം എല്ലായിടത്തും ഉണ്ട്. ദെൻ തിരുവനന്തപുരം അതുണ്ട്. പത്തനംതിട്ട, ആ മാസ്ക് മാറ്റിയാലേ നിങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നിങ്ങളെ കാണാനല്ലേ നമ്മൾ വന്നത്, നിങ്ങളെന്നെയും കാണാൻ. ഞാൻ മുഖം കൂടി വന്നാൽ അങ്ങനെ തിരിയും. മാസ്ക് വേറൊരു സാധനമായിരുന്നു. പത്തനംതിട്ട ഉണ്ട്, ഒരാളാ പത്തനംതിട്ട അപ്പുറത്തുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ പത്തനംതിട്ടക്കാരൻ അവിടെ നോക്കിയാണ്, അവിടെ ആരെങ്കിലും ഉണ്ടോ. ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ ജില്ലയിൽ നിന്ന് ആളുണ്ട്. അപ്പൊ ദൂരെ നിന്നാണ്. എറണാകുളം പറഞ്ഞില്ല, എന്നാ എറണാകുളം. വയനാട് പറഞ്ഞു. എറണാകുളം കൈ നോക്കിയേ. എറണാകുളം ഉണ്ട്. ഓക്കെ. ദെൻ
ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റിക്കാവോ? ഇന്ത്യക്ക് വെളിയിൽ നിന്ന്, കേരളത്തിന്റെ വെളിയിൽ നിന്ന് വന്നവർ എഴുന്നേറ്റിക്കോ. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നു. കൊടക്, കർണാടക, ദുബായ്, ബാംഗ്ലൂർ, കന്യാകുമാരി, മംഗലാപുരം, ഏറ്റവും ബാക്കിൽ തൊപ്പി. UK ലണ്ടൻ അല്ലേ? അവിടെ തൊപ്പി കേട്ടില്ല. ബാംഗ്ലൂർ, മംഗലാപുരം, കർണാടക. ഓക്കെ ദുബായിൽ ഞാൻ വരുന്നുണ്ടല്ല. ഡിസംബർ 8 മുതൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ദുബായിൽ വരുന്നുണ്ട്. ഇതേ സിസ്റ്റം നമുക്ക് അവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ്. വെറുതെ ഒരു ട്രയല്. ആഫ്രിക്ക. ഓക്കെ, വെരി ഗുഡ്. ആഫ്രിക്ക എന്ന് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ അല്ലേ? ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ചിലവർക്ക് ആഫ്രിക്കേ. അപ്പോ ദൂരേന്ന് വന്നവർ ഇവിടെ ഇപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് ആദ്യം നിങ്ങളെ വിളിച്ചത്. കാരണം ആദ്യം അവരെ വിളിച്ചാൽ പിന്നെ നിങ്ങൾക്ക് തൃശ്ശൂരിന്ന് പറയാനാണാവോ? മനസ്സിലായ? കാരണം ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് എഴുതിട്ട് പിന്നെ നിങ്ങൾ ദൂരേന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞാലേ പിന്നെ തൃശ്ശൂരാരെ വിളിക്കണേല് കാര്യം ഉണ്ടാവൂല. ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യത്തിന് ഉത്തരം നമ്മൾ തന്നു. നിങ്ങളിന്ന് ആദ്യമായിട്ട് വന്നതാണ്, ദൂരേന്ന് വന്നതാണ്. അപ്പോൾ ഏതൊരു രോഗിയും ഏതൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴും അവിടെ സംഭവിക്കുന്നത് സത്യത്തിൽ ഡോക്ടറോട് നിങ്ങളുടെ വിശദ വിവരങ്ങൾ പറയും. ആ വിശദ വിവരങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചികിത്സ കിട്ടും. സ്വന്നോ അങ്ങനെ തന്നെയല്ലേ? ഇവിടെ ഇരിക്കണ ക്യാമറയുടെ ബാക്കിലിരിക്കുന്ന ചേച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലൊന്നും പോവാറില്ല. എസ് ഓ നോ പറഞ്ഞാൽ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ പറയണോ. ഇതെനിക്കുള്ളതല്ല, അവർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിരിക്കരുത്. എന്താ? അപ്പൊ നമ്മള് ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഏത് ഡോക്ടറെ അടുത്ത് പോയാലും അവിടെ ചെന്നാൽ നമ്മൾ രോഗവിവരങ്ങൾ പറയണം. കുറെ സ്ഥലത്ത് പോയത് പറയണം. കുറെ ഡോക്ടർമാർ പറഞ്ഞ വിശേഷണങ്ങൾ പറയണം. പറയണ്ടേ? എന്നാലല്ലേ നിങ്ങളുടെ രോഗം തിരിയുള്ളൂ. അപ്പൊ തിരിഞ്ഞാലല്ലേ ചികിത്സിക്കാൻ കഴിയുള്ളൂ. മാസ്ക് 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 ആളെ കാണാതെ. അപ്പൊ ആള് ഏതെങ്കിലും ഒരു രോഗി ഡോക്ടറെ അടുത്ത് പോയി കുറച്ച് കഥകളൊക്കെ പറയുമ്പോഴാണ് ആ രോഗിക്കൊരു സമാധാനം ഉണ്ടാവുക ഡോക്ടറോട് പറയുമ്പോൾ. കാരണം അവരുടെ ഉള്ളിലുള്ള കുറെ കഥകൾ പറഞ്ഞത് കേൾക്കാൻ തന്നെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ അവരുടെ പകുതി രോഗം മാറുമെന്നാണ് പൊതുവിൽ പറയാം. എസ് ഒന്നോ ഇവിടെ അതെല്ലാം പൊളിയും. ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റേ ഇല്ല. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളെ 2 എണ്ണം ഒന്ന് പൊളിച്ചു തന്നു. ഇന്ന് നിങ്ങൾ ദൂരേന്ന് വന്നതാണ്, 2 ഇന്ന് ആദ്യമായിട്ട് വന്നതാണ്. അത് 2ഉം പൊളിച്ചു. ദെൻ 3ാമത്തേതാണ് നിങ്ങളുടെ രോഗം പറയുക എന്നുള്ളത്. നിങ്ങൾ ഒത്തിരി ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടർമാരെല്ലാം ചെയ്യുന്ന സിസ്റ്റം വേറെയാണ്. ആ സിസ്റ്റത്തിൽ അത് നിർബന്ധമാണ് താനും. അവർ ചെയ്യുന്ന സിസ്റ്റം ഏറ്റവും ടോപ്പ് സിസ്റ്റമാണ്. വേൾഡിൽ അറിയപ്പെട്ട സിസ്റ്റങ്ങളിലേക്കാണ് നമ്മളെല്ലാം പോയതും. അപ്പൊ ആ സിസ്റ്റത്തിൽ അങ്ങനെ കേട്ടേ പറ്റൂ. അങ്ങനെ കേട്ടാലേ നിങ്ങൾക്കുള്ള ടെസ്റ്റ് നിർണ്ണയിക്കാൻ കഴിയൂ. അങ്ങനെ കേട്ടാലേ ആ ടെസ്റ്റിനെ ബേസ് ചെയ്ത് മെഡിക്കൽ റെപ്പ് പറഞ്ഞു കൊടുത്ത മരുന്നുകൾ ഏത് നിങ്ങൾക്ക് തരണമെന്ന് തീരുമാനിക്കാൻ കഴിയും. പറഞ്ഞത് മനസ്സിലായോ? അതിലെന്തോ ഒരു ക്ലൂ ഉണ്ട്. ക്ലൂ നിങ്ങളാണ് കത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു രോഗി ചെന്ന് അയാളുടെ വിശദ വിവരങ്ങൾ പറഞ്ഞാൽ ഡോക്ടറെ സംബന്ധിച്ചിട്ട് ആ വിവരങ്ങൾ കേൾക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് വേണമോ സ്കാനിങ് വേണമോ ഇതാര് തീരുമാനിക്കണം? ആ
ഡോക്ടർ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ അത് ചെയ്തു തരുന്നത് ആരാ? ലാബ് ടെക്നീഷ്യൻ. അപ്പൊ ലാബ് ടെക്നീഷ്യൻ പറയുന്നതിനനുസരിച്ചിട്ട് ഇനി അയാളിൽ എന്ത് നടത്തണമെന്നും ഡോക്ടർക്ക് തീരുമാനിക്കാം. ഇനി മരുന്ന് കൊടുക്കണമെങ്കിൽ മെഡിക്കൽ റെപ്പ് പറഞ്ഞു കൊടുത്ത കുറെ നല്ല നല്ല മരുന്നുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഹലോ, അപ്പൊ അതിനനുസരിച്ചിട്ട് ഏത് നിങ്ങൾക്ക് വേണമെന്ന് തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത രോഗങ്ങളെ കസേരയിൽ നിന്ന് വീണാണോ? ഓക്കെ, അപ്പൊ മെഡിക്കൽ റെപ്പ് പറഞ്ഞു കൊടുത്ത നല്ല നല്ല മരുന്നുകൾ നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ രോഗങ്ങൾ എന്തൊക്കെയെന്ന് ഡോക്ടർ കേട്ടിട്ടുണ്ടാവണം. വേണോ വേണ്ടയോ? ഞങ്ങളെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ഞങ്ങൾക്കില്ല. കാരണം മരുന്ന് തരുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഹലോ, മരുന്ന് തരുന്ന പരിപാടി ഇല്ല. പ്ലസ് ഏതെങ്കിലും സ്കാനിങ്ങോ ബ്ലഡ് ടെസ്റ്റോ അത് ചെയ്യിപ്പിക്കാനുള്ള അധികാരവും നമുക്കില്ല. അപ്പം പിന്നെ അത് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് അതൊന്നും പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ എനർജി ഹീലറാണ്, അക്യുപഞ്ചറിസ്റ്റ് ആണ്, നാച്ചുറോപ്പതിസ്റ്റ് ആണ്. അപ്പം അതിൻ്റെ ബേസ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനം എനിക്ക് പറ്റൂ. അപ്പം നിങ്ങൾ കണ്ടുപഠിച്ചു വെച്ച കുറേ സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ട് ഇതിൽ നിൽക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ട് ആവില്ല. അപ്പൊ അവിടെ പോയി രോഗവിവരങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ പറയണ്ടെന്നാ പറയാം. അപ്പോ നമുക്കൊരു ചോദ്യം വരും, അതെന്താ അങ്ങനെ? ഞങ്ങൾ ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നതല്ലേ, അപ്പൊ ഒന്ന് കേട്ടാലെന്താ? പിന്നെ അടുത്ത ചോദ്യം അതാണ്. ഹലോ, ഹലോ എന്ന് പറഞ്ഞാൽ ആന്നല്ല പറയണ്ടേ, നിങ്ങളും ഒരു ഹലോ പറഞ്ഞാൽ മതി. ഹലോ. ഇപ്പൊ ഹലോ പറഞ്ഞവർ കുറെ പേര് പറഞ്ഞു, അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ചില ആളുകളുണ്ട്, നീ അവിടെ ഒക്കെ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഹലോ പറയുന്നില്ല, മറ്റൊരു പറഞ്ഞോളൂല്ലേ, ഞാൻ പറഞ്ഞാലും കുഴപ്പം, ഞാൻ പറഞ്ഞില്ലെങ്കിലും കേൾക്കും, ബാക്കിയുള്ളവർ ഹലോ പറഞ്ഞോളൂ. അവന്റെ കുഴപ്പം, അവന്റെ എനർജി അങ്ങനെയാണ്. അവൻ പൊതുവിൽ എങ്ങനെയാണ്, അവന്റെ ലൈഫ് എടുത്ത് നോക്കിയാലും അവൻ അങ്ങനെ തന്നെയാണ്. അവരൊക്കെ ചെയ്തോളൂ, ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ മൊത്തത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആയിപ്പോവും. കുടുംബജീവിതം എടുത്താലും ഫാമിലി ലൈഫ് എടുത്താലും എങ്ങനെയൊക്കെ എന്താ പറയാ, ബിസിനസ് എടുത്താലും എല്ലാത്തിലും അവൻ അങ്ങനെ തന്നെ. അപ്പൊ ഇവിടുത്തെ ചികിത്സയിലെ പ്രധാനപ്പെട്ട റൂളാണ് പറഞ്ഞാൽ അനുസരിക്കുക. ഹലോ, പറഞ്ഞാൽ അനുസരിക്കുക. ഈ അനുസരണം ഉണ്ടോ ഇവിടുത്തെ വൈഫൈ കണക്റ്റ് ആവും. എന്ന് പറഞ്ഞാല് കുറെ കാലം മുമ്പ് നമുക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കൽ വലിയ പണിയാണ്. എനർജി ഹീലിംഗ്, അതെന്തുട്ടാ, കുട്ടിച്ചാത്തനാണ്, പിശാചാണ്, ജിന്നാണ്, പിന്നെ സിദ്ധനാണ്, അങ്ങനെ പല ചോദ്യങ്ങൾ വരാം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയുണ്ട്. അവർ വളർന്നിട്ടില്ലല്ലോ, അവരിപ്പോഴും അങ്ങനെ തന്നെ. കുട്ടിച്ചാത്തനെ പറ്റൂ, അല്ലെങ്കിൽ എന്താ പറയാ, ജിന്നിനെ പറ്റൂ. അതിനേലിപ്പോ വലുത് മനുഷ്യനാണ് എന്ന് വേദങ്ങളിലൂടെ പഠിപ്പിച്ചതാണ്. പക്ഷെ എന്നിട്ടും ഈ പോത്തുകൾക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. പോത്തുകൾക്ക്, ഈ മഞ്ഞപ്പിത്തുള്ള പോത്തുകൾക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല മനുഷ്യനാണ് പവർ, ജിന്നിനല്ല. എന്നും പറഞ്ഞ മനുഷ്യന്റെ പവറും എന്തല്ല, ആ മനുഷ്യന്റെ പവറും അൾട്ടിമേറ്റ് പവർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പവർ ഒറ്റ സോഴ്സേ ഉള്ളൂ. ആ ഒറ്റ സോഴ്സിൽ നിന്നുള്ള പവറേ എല്ലാത്തിനും ഉള്ളൂ. അപ്പൊ പിന്നെ ഏറ്റവും വലിയ പവർ പിശാചിനാണ്, ജിന്നിനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി പോകും. കാരണം അതിനേലും വലിയ പവർ അപ്പുറത്തില്ലേ. അപ്പൊ അത് തിരിയാത്തത് കൊണ്ടാണ്. അപ്പൊ എനർജി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് തിരിയുന്ന ഒരു സാധനമാണ്. കാരണം ഇപ്പൊ നമ്മൾ എവിടെ പോയാലും വൈഫൈ ഉണ്ട്, അത് 5G ആണ്. നേരത്തെ 4G ആയിരുന്നു, അതിനു മുമ്പ് 3G ആയിരുന്നു. 3G ആയിരുന്നപ്പോൾ 2G ഉണ്ടായിരുന്നപ്പോഴും 2G ഉള്ളപ്പോൾ 3G വന്നപ്പോൾ 3G ഭയങ്കര പവർഫുൾ ആയിരുന്നു. 2G മാറി നമ്മൾ. അത് കഴിഞ്ഞ് 4G ആയപ്പോൾ 3G മോശമായി. അപ്പൊ ഇപ്പോഴും 5Gയുടെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ 2G യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കറങ്ങി 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 സമയം ലോഡ് ചെയ്യണമെങ്കിൽ വലിയ പണി പിടിക്കും. ഹലോ, ഇത് തന്നെ എല്ലാവരുടെയും എനർജി. ആ മഞ്ഞ ഷാൾ ഇട്ട, ആ മാസ്ക് താടിയുമ കെട്ടി വെച്ച സ്ത്രീ ഹലോ പറഞ്ഞില്ലല്ലോ.
മോളെ നിന്നോട് തന്നെ, അങ്ങോട്ടും ഉമ്മാനെ നോക്കണ്ട, ചേട്ടത്തിനെ നോക്കണ്ട, നിന്നോട് തന്നെ. നിങ്ങൾക്ക് എത്ര 18 വയസ്സുണ്ടാവും അല്ലേ? എല്ലോ അല്ലേ? 18 വയസ്സല്ലേ? അത് 25 ആ 18 വയസ്സായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കുട്ടിത്തത്തിലായിരിക്കണേ. നീ ഹലോ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തില്ല? ഹലോ പറഞ്ഞില്ല. എന്താ ഇവരൊക്കെ ഹലോ പറഞ്ഞിട്ട് നീ പറഞ്ഞില്ലെങ്കിൽ 25 വയസ്സായ നിനക്ക് ഹലോ പറയാൻ പറ്റിയില്ലെങ്കിൽ മോശം. ഹലോ എന്താ ഇതിനെന്ത് കുഴപ്പം? ഇടക്കിടക്ക് നിങ്ങൾ ഉറങ്ങി പോകാതിരിക്കാനാ. ഉച്ചക്കാണ് ഇരിക്കണെങ്കിലും ഉറക്കവില്ലന്മാരാവ്. ഈ ഭക്ഷണം കഴിക്കാത്തവര് ചോദിക്കേ, ഭക്ഷണം കഴിക്കാത്തവര് നിങ്ങളാണ് മഹാന്മാര്. എന്തോ ഒരു നേരം ഉള്ളുന്നവൻ യോഗി, 2 നേരം ഉള്ളുന്നവൻ ഭോഗി, 3 നേരം ഉള്ളുന്നവൻ രോഗി. നമ്മൾ രോഗിയാവാതിരിക്കാൻ ഇന്ന് ഭക്ഷണം കഴിക്കാതെ വന്നു. നന്നായി. 6 മണി വരെ ഇരിക്കുമ്പോൾ നമുക്ക് മഗ്‌രിബിന് ശേഷം പോയിട്ട് നോമ്പ് തുറക്കുകയും ചെയ്യാം. എന്തായാലും അവിടെ ജ്യൂസും സംഭവമൊക്കെ ഉണ്ട്, പഴംപൊരിയൊക്കെ ഉണ്ട്. സത്യത്തിൽ അതൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കാത്തവര് എന്ന് പറഞ്ഞപ്പോൾ കൈ നോക്കിയിട്ടുണ്ടാവും. ചായയും പഴംപൊരി അടിച്ചു കയറ്റിട്ടായിരുന്നു വന്നത്. അത് ഭക്ഷണത്തിൽ പറ്റത്തില്ല, അത് ഇടത്തട്ട. അവിടെ ഇരിക്കുന്ന ജ്യൂസും കുടിച്ചിട്ടുണ്ടാവും, സാലഡും കഴിച്ചിട്ടുണ്ടാവും. അതൊന്നും ഭക്ഷണമല്ല. നമുക്ക് ചോറും മീനും തിന്നാലേ ഭക്ഷണത്തിന്റെ പരിധിയിൽ പെടുള്ളൂ. അതാണ് കുഴപ്പമുള്ളൂ. അതുകൊണ്ടാണ് ചില ഡോക്ടർമാര് ഭക്ഷണം ഒഴിവാക്കിക്കോ, അല്ലെ ചോറ് ഒഴിവാക്കുക, നീ ഭക്ഷണം കഴിക്കുന്നതിൽ അത്താഴം കഴിക്കുമ്പോൾ ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ അവര് ഓർക്കുക ഈ ഷുഗർ, എന്താ പറയാ, ചോറിലൊക്കെ ഷുഗർ കൂടുതലായതുകൊണ്ട് സാറ് പറഞ്ഞേക്കുന്നത് ഇപ്പൊ ചപ്പാത്തി കഴിക്കാനാണെന്നാണ്. സത്യത്തിൽ ചപ്പാത്തി കഴിക്കുമ്പോൾ ചോറിന്റെ ക്വാണ്ടിറ്റിയും ചപ്പാത്തിയുടെ ക്വാണ്ടിറ്റിയും നോക്കുമ്പോൾ ചപ്പാത്തിയുടെ ഉണ്ട എത്ര ഉള്ളൂ. ആകെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു ഉണ്ടില്ലേ? ഹലോ, ഉണ്ടംപരിയുടെ ഉണ്ടയാണോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടത്? ചെറിയ ഒരു ഉണ്ട മതി. ആ ഉണ്ട പൊരിച്ചിട്ടാണ് നിനക്ക് തന്നതെങ്കിൽ 2 ഉണ്ട തിന്നാൽ നിന്റെ രാത്രിത്തെ ഭക്ഷണമായിട്ട് നീ കൂട്ടോ. പക്ഷെ ആ ഉണ്ട നന്നായിട്ട് പരത്തി നന്നായിട്ട് വലുതാക്കിയൊക്കെ തരുമ്പോ വലിയ എന്തോ സാധനം കിട്ടി എന്നുള്ള ധാരണയിൽ നീ ചവച്ച് തിന്നു കഴിയുമ്പോൾ ആ 3 എണ്ണം തിന്നാൽ നിനക്ക് മതിയാവും. മനസ്സിലായ? അല്ലെങ്കിൽ ഉണ്ട ഉരുട്ടി വെച്ചാൽ ചിലപ്പോ അതൊന്നും ആവൂല. നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ചോറ് ഉണ്ട ഉരുട്ടി നോക്കിയാൽ നമുക്കറിയാം ഇത്രയുള്ള ഉണ്ട. നമ്മൾ ഇന്നും കഴിച്ച ഉച്ചക്ക് ചോറ് കഴിച്ചെങ്കിൽ അത് ഇത്രയുള്ള ഉണ്ടയാക്കിയാൽ എത്ര ഉണ്ട ഉണ്ടാവും? ഹലോ, എത്ര ഉണ്ട ഉണ്ടാകും? ഈ ഉണ്ടയല്ല, ഈ ഉണ്ട നമ്മൾ കഴിച്ച ഭക്ഷണം എത്ര ഉണ്ടുണ്ടാവും? 50-60 മുകളിൽ എന്തായാലും ഉണ്ടോ? നിങ്ങൾ ഇന്ന് പോയിട്ട് കുഴക്കുക, നിങ്ങൾ തിന്നാൻ പോണ ചോറൊന്ന് കുഴക്കുക, എന്നിട്ട് ഉണ്ട ഉണ്ടാക്കി നോക്കുക. ഇത്രയുള്ള ഉണ്ടയാണ് കേട്ടാ. ഉണ്ടംപൊരിയുടെ ഉണ്ട ഉണ്ടാക്കിയ 10 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, 10 എണ്ണം എന്ന് പറഞ്ഞാലും മറ്റേ വലിയ തീറ്റ ഉണ്ടെന്നവർക്ക് അതൊന്നുമല്ല. അപ്പൊ നമ്മളെ തീറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉച്ചക്ക് തിന്നവര് എന്ന് പറഞ്ഞപ്പോ ഒന്നും കഴിക്കാത്തവരാണ് ഞാൻ എന്നുള്ള നീയത്തിൽ ഇപ്പോഴേ ഇരിക്കണ്ട. എന്തോ കഴിച്ചു അത് മതി. ഓക്കെ, അത് പഴംപൊരി ആയാലും അതിന് ദഹിക്കണമെങ്കിൽ 4 മണിക്കൂറിൽ കൂടുതൽ പിടിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇത്രയും നാള് നിങ്ങൾ പോയി ചികിത്സിച്ച ഏതൊരു ചികിത്സാ സംവിധാനമാണെങ്കിലും ആ ചികിത്സയിലെല്ലാം ഡോക്ടറോട് രോഗി അവരുടെ ഹിസ്റ്ററി മൊത്തം പറഞ്ഞാലേ, അത് അക്യുപങ്ചർ ആയാലും ഇനി ഹോമിയോപ്പതി ആയാലും ആയുർവേദ ആയാലും സിദ്ധയായാലും, നിങ്ങളുടെ രോഗവിവരങ്ങൾ കേട്ടാലല്ലയോ ചികിത്സിക്കാൻ കഴിയുക. അപ്പൊ അത് തന്നെ പറയാനാണ് നിങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ ഞാൻ പറയാറ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ, ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് കലവില എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ വേറെ ആംബുലൻസ് വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കേട്ടിട്ട് അത് പറ്റുമെങ്കിൽ ഈ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്നു എങ്കിൽ, ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ ചെയ്താൽ മതി. അതിനാണ് നമ്മളിങ്ങനെ ഒരു സംഗമം ഉണ്ടാക്കി.
നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമ്മളാണ് വിട്ടാൽ മതി. പക്ഷേ കുറേ കാലങ്ങളായിട്ട് ഞാൻ പുതിയ പേഷ്യൻസിന് എടുക്കുമ്പോൾ, കുറേ കാലങ്ങൾ മീൻസ് ഞാൻ ഇവിടെ 2014 മുതൽ എടുത്തിരുന്ന സിസ്റ്റം ഇങ്ങനെ തന്നെയാണ്, ഇപ്പോൾ തുടങ്ങിയതല്ല. അന്നേ മുതൽ നമ്മളിങ്ങനെ തന്നെ പുതിയ പേഷ്യൻസിന് എടുക്കുമ്പോൾ ഗ്രൂപ്പായിട്ട് ഇരുത്തും, എന്നിട്ട് അവർക്കുള്ള സംശയങ്ങൾ തീർക്കും. സംശയങ്ങൾ തീർക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് പറയും. എനിക്ക് പറയാനുള്ളത് കേട്ടാൽ പിന്നെ സംശയം ഉണ്ടാവില്ല. ഹലോ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലായ? കേട്ടാൽ അല്ല, കേട്ടാൽ പിന്നെ ചോദ്യം ഉണ്ടാവില്ല. ഈ കേൾക്കലിൽ മാത്രം ഇങ്ങനെ ഇരുന്നാൽ ചോദ്യങ്ങളുടെ ബഹളം ചെയ്യും. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു ഉസ്താദ് ഭയങ്കര ഒരു നല്ലൊരു പ്രാസംഗികൻ നന്നായിട്ട് പ്രസംഗിക്കുകയാണ് വലിയ സദസ്സിൽ. അപ്പോൾ പലപ്പോഴും ആ സദസ്സിൽ നിന്ന് പലരൊക്കെ എഴുന്നേറ്റ് പോകാറൊക്കെയാണ് പതിവ്. ഇതിൽ ഒരു ഫ്രണ്ടിലിരുന്നൊരു പൂപ്പ ഭയങ്കര കരച്ചിൽ ഈ പണ്ഡിതന്റെ പ്രസംഗം കേട്ടിട്ട്. അപ്പോൾ പണ്ഡിതന് ഭയങ്കര സന്തോഷമായി. മുമ്പിലിരിക്കുന്ന ഒരാളെങ്കിലും ഞാൻ പ്രസംഗിക്കണത് കേട്ടിട്ട് അത് തിരിഞ്ഞല്ലോ, അപ്പോൾ നല്ല കരച്ചിലുണ്ട്, അപ്പോൾ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ അയാൾക്ക് എന്തോ തിരിഞ്ഞു എന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്തു, പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ പൂപ്പാനെ പോയി കണ്ടു. എന്നിട്ട് ചോദിച്ചു, പൂപ്പ എന്താണ് ഞാൻ ആ പ്രസംഗിച്ചതിൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്തത്? നിങ്ങൾ എന്താണ് ഇങ്ങനെ കരയാനുണ്ടായ കാരണം എന്ന് ചോദിച്ചപ്പോൾ പൂപ്പ പറഞ്ഞു, എൻ്റെ പൊന്നാര മോനെ, നിന്റെ പ്രസംഗമൊന്നും കേട്ടിട്ടല്ല ഞാൻ കരഞ്ഞത്. എനിക്കൊരു മുട്ടനാടുണ്ടായിരുന്നു. ആ മുട്ടനാട് മരിച്ചുപോയി. ആ മുട്ടനാടിൻ്റെ താടിയും നിന്റെ താടിയും ഒരേപോലെ തന്നെയുണ്ട്. മനസ്സിലായ? നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ താടി ഇങ്ങനെ ഇടന്ന് അനങ്ങുമ്പോൾ എനിക്ക് എൻ്റെ മരിച്ചുപോയ മുട്ടനാടിനെയാണ് ഓർത്ത് എന്ന് അദ്ദേഹം പറയുകയും ആ മരിച്ചുപോയ മുട്ടനാടിനെ ഓർത്തിരുന്ന് കരഞ്ഞ പോലെ നമ്മളിങ്ങനെ വായിലും നോക്കി വായും പൊളിച്ചിരുന്നാൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് പോയാൽ ഇതൊന്നും തിരിയൂല. ഉള്ളിലേക്ക് തിരിഞ്ഞാൽ പിന്നെ ചോദ്യം ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ദൂരയിൽ നിന്ന് വന്നതാണ് ഞാൻ പരിഗണിച്ചു. ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾ എഴുന്നേറ്റുന്നേ. ആഫ്രിക്ക നിങ്ങളെ കാണണ്ടേ? മുഖം മാറ്റിയാലല്ലേ കാണാ? ഓക്കെ, ഒരാളുള്ളൂ? നിങ്ങൾ ഒരാളുള്ളൂ? ഓക്കെ, കൂടാരികളുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ലണ്ടനിൽ നിന്ന് വന്നത്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത എക്സ്പീരിയൻസും ഉണ്ട്, ഇന്നലെ കണ്ട ആളല്ലേ? ഓക്കെ. ഇവിടെ വരുന്നതിന് മുമ്പേ ലണ്ടനിൽ നിന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നിങ്ങളോ ആഫ്രിക്ക ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒക്കെ ഇങ്ങനെ കാണിക്കുള്ളൂ, കാരണം ഇങ്ങനെ തല പൊങ്ങിക്കഴിഞ്ഞാൽ ഇതിലെങ്ങനെ കിട്ടിയാലോ എന്നുള്ളൂ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം. ആണോ അല്ലയോ? ആഫ്രിക്ക അതല്ല പ്രശ്നം? അല്ല അല്ല. അപ്പോൾ അവിടെ ലണ്ടനിൽ ഇരുന്നിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഡോക്ടർ ഇവിടെയും, വൈദ്യൻ ഇവിടെയും, ഹീലർ ഇവിടെയും, രോഗി ലണ്ടനിലും. എന്തൊക്കെ പരിപാടിയാണ് പറയണേ? മനസ്സിലായ? രോഗി ലണ്ടനിൽ നമ്മൾ ഇവിടുന്ന് ചികിത്സിച്ചാൽ ലണ്ടനിലേക്ക് എങ്ങനെ മരുന്നെത്തുമാണ് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷെ അവിടെ ഇന്നലെ ഉച്ചക്ക് എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ വിറ്റ ആള് കണ്ണൂരുള്ള സമീർ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ വിറ്റാണ് ഇതേപോലെ തന്നെ കണ്ണൂർ വൈഫിനെ എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളാണ്. വൈഫ് കണ്ണൂരും ഞാനിവിടെയും. ചെറിയ രോഗം ഉണ്ടായുള്ളൂ. ആ ചെറിയ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ ഒരു വലിയ രോഗം ഇങ്ങോട്ട് കൊണ്ടു. ചെറിയ രോഗം ബ്രെയിൻ ട്യൂമറായിരുന്നു. ചെറിയ രോഗം 2 പ്രാവശ്യം സർജറി ചെയ്തു. ഒരു പ്രാവശ്യം സർജറി ചെയ്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് വീണ്ടും കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു ആദ്യം ചെയ്ത സർജറി നന്നായി. അപ്പോൾ അവിടെ വീണ്ടും സർജറി ചെയ്തു. ആ സർജറിക്ക് ശേഷം 1 സൈഡ് കിരി കൂടിപ്പോയി, കണ്ണ് തുറന്നു പോയി. അതാണ് ഞാൻ പറഞ്ഞ ചെറിയ രോഗം. 3 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവർ സ്വന്തമായി എഴുന്നേറ്റ് മുച്ചടിക്കണ സമയത്ത് സമീർ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അതായത് ചെറിയ രോഗം. പിന്നീട് സമീറിന് വലിയ നടുവേദന ഉണ്ടായിരുന്നു. ആ നടുവേദനയ്ക്ക് വേണ്ടിയും പിന്നെ ഇതിൻ്റെ നന്ദി അറിയിക്കാനും വേണ്ടിയിട്ട്
ചികിത്സയ്ക്ക് വേണ്ടി അവർ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വിട്ടതാണ്, അവർ ആദ്യമേ ലണ്ടനിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ വന്നില്ലെങ്കിലും ഈ ചികിത്സ ചെയ്യാൻ കഴിയും. ഇതൊരു പോയിന്റാണ്. ഇവിടെ വന്നില്ലെങ്കിലും ചികിത്സ ചെയ്യാൻ പറ്റും. ഈ ചികിത്സയിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസവും ആവശ്യവും ഇല്ല. ഹലോ ഹലോ ഈ ചികിത്സയിൽ നിങ്ങൾക്കൊരു വിശ്വാസവും ആവശ്യം ഇല്ല. ക്ലിയർ? നിങ്ങൾ എതിർത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറഞ്ഞാൽ അനുസരിക്കണം എന്നുള്ള സാധനത്തിൽ ഒരു മാറ്റവുമില്ല. വിശ്വാസം ആവശ്യമില്ല. പൈസയിൽ കിടക്കുന്ന ആൾക്ക് എന്ത് വിശ്വസിക്കാൻ അയാൾക്ക് ബോധം പോലും ഇല്ല. അപ്പോഴും നമുക്ക് പറ്റും. പക്ഷെ ഇതൊന്നും വലിയ ചികിത്സാ സംവിധാനത്തിന്റെ സിസ്റ്റം അല്ല, ഇതൊരു എനർജി ഹീലിംഗിന്റെ സിസ്റ്റമാണ് പറയണം. വലിയൊരു ചികിത്സാ സംവിധാനമായിട്ട് കൂട്ടണ്ട, അപ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഈ ചെറിയൊരു സിസ്റ്റമായിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ ലോകത്തിന്റെ എവിടെ ഇരുന്നാലും ഇതെങ്ങനെ കണക്ട് ചെയ്യും? അതാണ് പ്രശ്നം. ആളുകളുടെ ചോദ്യം അതാണ്. രോഗം പറയാതെ, രോഗം കേൾക്കാതെ എത്രയും ദൂരെ ഇരിക്കുന്ന ആളുകളെ ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ എനർജി അങ്ങനെയാണ്. കുറെ കാലം മുമ്പ് വരെ നമ്മൾ ദുബൈയിലിരിക്കുന്ന ആളെ എന്തെങ്കിലും ഒരു വിശേഷം അറിയിക്കണമെങ്കിൽ ഒരു ലെറ്ററിൽ, പേപ്പറിൽ നന്നായിട്ട് എഴുതി മടക്കി സ്റ്റാമ്പ് ഒട്ടിച്ച് എഴുതി അയച്ചാൽ 12 ദിവസം കഴിയും ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു എന്ന് എഴുതിയാൽ, ഹലോ, പഴയ ആളുകൾക്കൊക്കെ അത് അറിയാൻ പറ്റും. കാരണം അന്ന് ഫോണില്ലല്ലോ. അപ്പോൾ നമ്മൾ എഴുതി വിടാറാണ് പതിവ്. എഴുതി വിട്ടാൽ 12 ദിവസം കഴിയും അവിടെ കിട്ടി, അവിടെ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് വായിക്കുമ്പോൾ. അപ്പോഴായിരിക്കും വിട്ടൂടെ വയറിറക്കം പിടിച്ച് ആകെ അവസ്ഥയായി കിടക്കണേ. അപ്പൊ സുഖമായിരിക്കുമോ? മനസ്സിലായോ? മെസ്സേജ് അവിടെ ചെന്നപ്പോൾ ഇവർക്ക് അസുഖമായിട്ടുണ്ടെങ്കിൽ പോലും സുഖമാണെന്നാണ് വായിക്കുക. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പോ സുഖമാണ് എന്ന് പറയുന്ന അതേ സെക്കൻഡിൽ തന്നെ അവിടെ കിട്ടുന്നുണ്ട്. നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം പിശാചാണോ ജിന്നാണോ കുട്ടിച്ചാത്തനാണോ ബ്ലാക്ക് മാജിക് ആണ്? ഹലോ, എന്താ അത് സയൻസ് അത്രേ. ഓക്കെ, സയൻസ് ആണ് എങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? അപ്പം പറഞ്ഞു കൊടുക്കാനാ. അപ്പം നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ കിട്ടുന്നു. അതിന് നമുക്ക് പറയുന്നത് ഡിവൈസുകളെ പറ്റി പറയാൻ പറ്റും, ശബ്ദ തരംഗങ്ങളെ മറ്റേ ഊർജ്ജ തരംഗങ്ങളാക്കി എന്ന് പറയാൻ പറ്റും അല്ലെ? അങ്ങനെയൊക്കെ തന്നെയല്ലേ? ആ തരംഗങ്ങളെ അങ്ങോട്ട് വിട്ടു എന്ന് പറയാൻ പറ്റും. അത് നേരെ എവിടെ പോയി? സാറ്റലൈറ്റിൽ പോയി എന്ന് പറയാൻ പറ്റും. സാറ്റലൈറ്റിൽ നിന്ന് പിന്നെ ദുബൈയിലേക്ക് കൊടുത്തു എന്ന് പറയാൻ പറ്റും. ദുബൈയിൽ നിന്ന് പിന്നെയും സാറ്റലൈറ്റിലേക്ക് പോയി എന്ന് പറയാൻ പറ്റും. പിന്നെയും സാറ്റലൈറ്റിൽ നിന്ന് ഇവിടുത്തെ ടവറിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റും. ആ ടവറിൽ നിന്ന് ഹലോ പറഞ്ഞപ്പോൾ ആ ഹലോ അങ്ങോട്ട് ഇത്രയും അങ്ങോട്ട് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് ഹലോ നമുക്ക് തിരിച്ചും കിട്ടി. അവിടെയും ഒരു ചോദ്യമില്ലേ, ഇത്ര പെട്ടെന്ന് എങ്ങനെ അവിടെ പോയിട്ട് ഇവിടെ പറഞ്ഞേ? മനസ്സിലായില്ലേ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാവോ? എനർജി ആ എനർജി പാസ് ചെയ്ത് പോയത് എങ്ങനെയെന്നാണ് അറിയേണ്ടത്. അതായത് മൊബൈലിലേ ഇവിടെ ഒന്നും കാണാനില്ല, വിസിബിൾ അല്ല. പോണ സാധനത്തെ ഞാൻ കാണാനില്ല. മൈക്കിന് എവിടെയോ ഒരു സാധനം. ബാക്കിൽ വോയിസ് എങ്ങനെയുണ്ട്? ബാക്കിൽ വോയിസ് ഓഡിബിൾ ആണല്ലേ? അപ്പൊ ഇതിൽ വയറോ സംഭവങ്ങളൊന്നും കാണാനില്ല. അപ്പൊ ഇതിലൂടെ എങ്ങനെ പോയി എന്നുള്ളതാണ്. എനർജി എങ്ങനെ പോയി? വേവ് ട്രാൻസ്മിഷൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നോ? വലിയ അങ്ങനെയൊക്കെ പറയാ. അതൊക്കെ അങ്ങനെ പറഞ്ഞാലും ഇതെങ്ങനെ പോയി? ഇങ്ങോട്ട് പോയിട്ട് അവിടത്തോളം എത്തണ്ടേ, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടേ, എന്നിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ചിവിടെ ചെല്ലണ്ടേ, എന്നിട്ട് ഇവിടെ വരണ്ടേ. അപ്പൊ സത്യത്തിൽ നമ്മളുടെ ചിന്തയിൽ അതിനെപ്പറ്റി ചിന്തിച്ചാൽ, നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ അതിനെ അളന്നാൽ അതൊക്കെ തെറ്റാണെന്ന് പറയേണ്ടി വരും. നമ്മുടെ ബുദ്ധിയിൽ. കാരണം ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ പോയ സാധനത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെ പോണേന്ന് അവരങ്ങനെയൊക്കെ പറയും. അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഞാനിവിടെ ഹലോ പറഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് ഭൂമിക്ക് വെളിയിലല്ലേ സാറ്റലൈറ്റ് ഇരിക്കണേ അല്ലേ? ഭൂമിക്ക് വെളിയിൽ വരും പോകേണ്ട ഈ സാധനം. എന്നിട്ട് വേണ്ട ദുബൈയിലേക്ക് എത്താൻ.
ഹലോ. അപ്പൊ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോസിബിൾ ആവണം. എങ്ങനെ? നമ്മുടെ ബുദ്ധിക്ക് പറ്റൂല. പിന്നെ അത് പഠിച്ചവർക്ക് അത് ഓക്കെയാണ്, സിമ്പിളാണ്, അത് അവർക്ക് പറഞ്ഞു തരാനും പറ്റും. നോ. ഇപ്പൊ ഞാനിവിടെ മൈക്കിലൂടെ സംസാരിച്ചു. ഈ മൈക്കിന്റെ വയറിലൂടെ എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് പോവുക, എന്നിട്ട് അതിലേക്ക് കൂടി കേൾക്കുക. അങ്ങനെയാണോ? സത്യത്തിൽ ഇതൊക്കെ എന്താണെന്ന് പോലും നമുക്കറിയില്ല. മൈക്ക് പിടിച്ചിട്ടുണ്ട്, വർത്താനം പറയുന്നത് അതിൽ കൂടി കേൾക്കുന്നുണ്ട്. എനിക്ക് എന്താ അറിഞ്ഞാൽ മതി, നിങ്ങളെ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം. അതിനൊരു സംവിധാനം ആരോ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള കഥകളൊന്നും ഞാൻ പഠിക്കണ്ട. എനിക്ക് അറിയേണ്ടത് എന്താ? എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല, കേൾക്കണ്ട. എന്നിട്ട് നിങ്ങളില്ലാന്ന് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഉള്ളവരില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരില്ല എന്ന് പറഞ്ഞെങ്കിൽ ബാക്കി നിന്ന് ഇല്ല എന്ന് വന്നില്ല. കാരണം ഈ സൗണ്ട് അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇതിലൂടെ പോയി എന്ന് പറയുമ്പോൾ എനിക്കറിയേണ്ടത് ഇത്ര ആളുകളെ സംബോധന ചെയ്യാൻ ആരോ ഒരാൾ കണ്ടെത്തിയ ഒരു സാധനമാണ്. അപ്പോൾ ഇതിലിങ്ങനെ പറഞ്ഞാൽ കേൾക്കും. ഇത്ര അറിഞ്ഞാൽ മതി, എനിക്ക് എൻ്റെ ഉപയോഗം നടന്നാൽ മതി. സോനോ എങ്കിൽ എനർജി, ആ എനർജിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫാൻ കറങ്ങുന്നുണ്ട്, ഇത് കാണാൻ പറ്റും, ഫാനിനെ കാണാൻ പറ്റും. പക്ഷെ ഫാൻ കറക്കുന്ന എനർജി എന്ത് എന്ന് കണ്ടിട്ടുണ്ടോ? ലൈറ്റ് ഇട്ടു, സ്വിച്ച് ഇട്ടു, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്. അതിൽ വന്ന എനർജിയും ഫാനിലേക്ക് പോയ എനർജിയും രണ്ടും ഒന്ന് തന്നെ അല്ലയോ? ഹലോ. ഒരു സ്വിച്ച് ഇട്ടപ്പോ കറണ്ട് പോയത് ഫാനിലേക്കാണ്, മറ്റൊരു സ്വിച്ച് ഇട്ടപ്പോൾ കറണ്ട് പോയത് ലൈറ്റിലേക്കാണ്. രണ്ടും ഒന്ന് തന്നെ അല്ലയോ? പോയ കറണ്ട് ഒന്നല്ലയോ? അതിൻ്റെ പേരല്ലേ എനർജി. അപ്പോൾ രണ്ടും ഒന്നാണ്, പക്ഷെ രണ്ടും വർക്ക് ചെയ്യാൻ പറ്റും. നീ എ സിയിലേക്കാണ് പോയതെങ്കിൽ എ സി വർക്ക് ചെയ്യില്ലയോ? മോട്ടറിലേക്ക് പോയാൽ മോട്ടർ വർക്ക് ചെയ്യില്ലയോ? ഈ പാവം കറണ്ടിന് അറിയാവോ ഇത് ഫാനാണ്, ഇത് ലൈറ്റാണ്, ഇത് മോട്ടറാണെന്ന്? അവൻ അവൻ്റെ പണി ചെയ്യുന്നു, ഇവൻ ഇവൻ്റെയും പണി ചെയ്യുന്നു. നമ്മൾ അതുമ്മ കിടന്ന് തൂങ്ങണ്ട. ക്ലിയർ? ഞാൻ പറഞ്ഞ പൊരുൾ മനസ്സിലാവണുണ്ടോ? ഒരു സിസ്റ്റത്തെ നമ്മൾ പഠിക്കണമെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങേണ്ടി വരും. ആഴത്തിലേക്ക് ഇറങ്ങാതെ ഒരു സിസ്റ്റവും പഠിക്കില്ല. ഇപ്പൊ നമ്മൾ 10th വരെ പഠിച്ചു എന്ന് പറഞ്ഞു, 10 വർഷം നമ്മൾ പഠിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല. നമുക്ക് ആകെ അറിയാവുന്നത് എഴുതാനും വായിക്കാനും പഠിച്ചു. പിന്നെ അന്ന് ഉപ്പു സത്യാഗ്രഹത്തെ പറ്റി പഠിച്ചിരുന്നു, അങ്ങനെയൊക്കെയല്ലേ. ഇനി എന്താ പറയാ, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഞാൻ പഠിച്ചു, 15 വർഷം പഠിച്ചു. എന്തു ഒലക്ക പഠിച്ചു? ചോദ്യം മനസ്സിലായ? നിന്റെ ലൈഫിനെ പറ്റി പഠിച്ചോ? നിന്റെ കുടുംബജീവിതത്തെ പറ്റി പഠിച്ചോ? നീ എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ചോ? ഒരു ഒലക്കയും പഠിച്ചിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ അഹങ്കാരിയുടെ കൊടി മൂത്തു. 15 വർഷം പഠിച്ചതാ, എന്നിട്ടൊരു മണ്ണാങ്കട്ടയും തിരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ഒറ്റയടിക്ക് എനർജി, ഏറ്റവും വലിയൊരു സംഭവമാണ് എനർജി സിസ്റ്റം. ആ എനർജി സിസ്റ്റത്തെ വിഴുങ്ങാന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്നാലും ഈ ഇരിക്കുന്ന സമൂഹം എന്തായാലും ഇത്രയും അധികം ദൂരയിൽ നിന്ന് വലിയ വലിയ ആവശ്യങ്ങളുമായി എന്തായാലും വന്നതാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങളുള്ളവരൊന്നും വരാൻ സാധ്യതയില്ല. കാരണം അതിനാണ് ഞാൻ ദൂരേന്ന് വന്നതല്ലേ എന്ന് ചോദിച്ചത്. ദൂരേന്ന് വന്നതാണെങ്കിൽ എന്തായാലും ആ നാട്ടിലൊന്നും ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ ഇവിടത്തോളം വന്നത്. കാസർഗോഡ് ചികിത്സ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ കാസർഗോഡ് നിന്ന് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നവരില് മുഴകള്, ക്യാൻസർ പോലുള്ള രോഗങ്ങളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൈ വെക്കുക. മുഴകള്, ട്യൂമറുകള്, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മുഴകൾ പോലുള്ളത്. ഇതെവിടെ? കിഡ്നിയാ? ഇത് കിഡ്നിയില്ല, ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ, കിഡ്നി പേഷ്യൻസ് ഒന്ന് കൈ വെക്കാവോ? കിഡ്നി, ക്രിയാറ്റിൻ.
ഓക്കെ. ക്രിയാറ്റിൻ പേഷ്യൻസിൽ തന്നെ ഒരു ക്രിയാറ്റിൻ 5 മേലെയുള്ള ഒരു കൈവെക്കാവോ? 5, ക്രിയാറ്റിൻ 5 മേലെ. 1 2 3 4 5 6 7 8 9. അവരൊന്ന് എഴുന്നേറ്റ് നിന്നാൽ നന്നായിരിക്കും. 10 11 12. അത് ഡയാലിസിസ് ചെയ്യുന്നതാണല്ലോ അല്ലേ? ഇതിൽ ഡയാലിസിസ് ചെയ്യണവർ കൈവയ്ക്ക്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണവർ. ഓക്കെ. ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇരിക്കും. ഷുഗർ രോഗികൾ കൈവയ്ക്ക്. ഷുഗർ പ്രഷർ തൈറോയിഡുകാർ കൈവയ്ക്ക്. ഷുഗർ പ്രഷർ തൈറോയിഡുകാർ കൈവയ്ക്ക്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഷുഗർ പ്രഷർ തൈറോയിഡുകാരുടെ സംസ്ഥാന സമ്മേളനമാണ്, ഇന്റർനാഷണൽ സമ്മേളനമാണ്. കാരണം ആഫ്രിക്കയിൽ നിന്നുണ്ട്, ലണ്ടനിൽ നിന്നുണ്ട്, ദുബൈയിൽ നിന്നുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ സമ്മേളനം. ഇവിടെ കൈവയ്ക്ക്. ഷുഗർ പ്രഷർ തൈറോയിഡുകാർ കൈവക്കുക. ഷുഗർ പ്രഷർ തൈറോയിഡുകാർ. അപ്പൊ അത്യാവശ്യം നല്ല രോഗികളുണ്ട്. കോമഡിയാണ്. ആ ക്രിയാറ്റിൻകാരൊന്നുകൂടി എഴുന്നേറ്റുന്നേ. ക്രിയാറ്റിൻകാരൊന്നുകൂടി എഴുന്നേറ്റുന്നേ. കൈപൊക്കണ്ട. ഇതില് ഈ ക്രിയാറ്റിൻകാർ എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിയാറ്റിൻകാരിൽ ഷുഗർ പ്രഷർ തൈറോയിഡുകാർ കൈവയ്ക്ക്. നിങ്ങളെല്ലാവരും അവരെ നോക്കണേ. ഷുഗർ പ്രഷർ തൈറോയിഡുകാർ ഒരാളാണ് ഇല്ലാത്തത്. ബാക്കി എല്ലാവർക്കും ഷുഗർ പ്രഷർ തൈറോയിഡ് ഉണ്ട്. വെരി ഗുഡ്. നല്ല മനുഷ്യന്മാരാണ്. കോമഡി മനസ്സിലായാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ പറഞ്ഞു ഉണ്ടാക്കാൻ പറ്റുന്ന കോമഡി അല്ലത്. തിരിയാനുള്ള ഇരിക്കല്ലേ. അടുത്ത ചോദ്യമുണ്ട്. ഇതില് സ്ഥിരമായി ഷുഗർ പ്രഷർ തൈറോയിഡിനെല്ലാം മരുന്ന് കുടിച്ചവരൊന്ന് കൈവയ്ക്ക്. ഇരിക്കണവരല്ല, നിങ്ങൾക്ക് അടുത്ത ചാൻസ് ആണ്, പിന്നത്തെ ചാൻസ്. ഇവര് കപ്പടിച്ചവരാ. കപ്പടിച്ചവരെ നിങ്ങൾ കാണണം. മനസ്സിലായോ? മനസ്സിലാവണവർക്ക് മനസ്സിലാവും. ഈ നിൽക്കുന്നവരിൽ ഷുഗറിന് പ്രഷറിന് തൈറോയിഡിന് മരുന്ന് പിടിച്ചവർ കൈവക്കും. ഓക്കെ വെരി ഗുഡ്. കണ്ട ഞാൻ കണ്ട്. ഞാൻ എല്ലാ ആഴ്ചയും കാണാറുണ്ട്. നിങ്ങൾ കണ്ട? ഇങ്ങോട്ട് കൈവക്കെ. ഷുഗറിന് പ്രഷറിന് തൈറോയിഡിന് മരുന്ന് പിടിച്ചവർ നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് എഫക്ട് ചെയ്തു എന്നുള്ളവ. ഓക്കെയാണ്. സന്തോഷമായി. ഇരിക്കും. അവിടെ ആള് ഇതിനൊന്നും മരുന്നില്ലാത്ത ആളാണോ? ഷുഗർ പ്രഷർ തൈറോയിഡ് ഇല്ലാത്ത ആളാണോ? ഇല്ല. കിഡ്നിയിൽ കല്ലുണ്ടായിട്ട് പൊട്ടിച്ചോർന്നോ? പൊട്ടിച്ചില്ലേ? സന്തോഷമായില്ലേ? പൊട്ടിച്ചില്ലാന്ന്? ഇല്ല. ഓക്കെ. നിങ്ങൾ മാത്രം വേറെ ഒരു കുഴപ്പമില്ലാതെ കിഡ്നി രോഗിയായത് അല്ലേ? നന്നായി. സർട്ടിഫിക്കറ്റ് വേറെ തരാം. എന്താ ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ്? ഷുഗർ പ്രഷർ തൈറോയിഡിന് മരുന്ന് പിടിച്ചവരാ. നേരത്തെ കൈപൊക്കിയവരില്ലേ? ഹലോ, നേരത്തെ കൈപൊക്കിയവരില്ലേ? നേരത്തെ കൈപൊക്കിയവര് ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമോന്ന് ഇടയ്ക്കൊക്കെ ആലോചിക്കണത് നല്ലതാ. കോമഡി മനസ്സിലായ? കോമഡി മനസ്സിലായ? കാരണം ഇവര് അങ്ങനെയായിരുന്നു നേരത്തെ. അന്ന് പച്ചലയായിരുന്നു, ഇപ്പൊ ഇല പഴുത്തു. പക്ഷെ പച്ചലക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടുണ്ടാവൂല, ഇല പഴുക്കുമോന്ന്. ഹലോ, തിരിയേണ്ടവർക്ക് തിരിയട്ടെ എന്നും പറഞ്ഞ് ഇതൊന്നും കഴിക്കണ്ടെന്നല്ല കേട്ടോ. എല്ലാ മരുന്നും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നും നിർത്താൻ നമ്മൾ പറയുക. ഒരു ചികിത്സയും നിർത്തണ്ട. പക്ഷെ ചില കാര്യങ്ങൾ തിരിഞ്ഞിട്ടായിരിക്കണം ചില റൂട്ടിൽ പോകേണ്ടത്. അതിന് ബദൽ സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബദൽ സംവിധാനങ്ങളിലൂടെ കുറെയെങ്കിലും ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും നന്മ മരങ്ങൾ വളരുന്നതിനും നല്ലത്. ഇപ്പുറത്തെ നന്മയാണ് നല്ലത്. കിഡ്നി പോയതിനു ശേഷം കിഡ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ കിഡ്നിക്ക് വേണ്ടി ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പഞ്ചായത്തിലെയും സാമൂഹിക പ്രവർത്തകർ ഇറങ്ങി കിഡ്നി ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്നതൊരു നന്മയായി മാറി. ഇന്നെല്ലാ പഞ്ചായത്തിലും കിഡ്നി രോഗികൾ ഉണ്ടോ ഇല്ലയോ? 10 വർഷത്തിന് മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നോ? അത്രയും പഠിച്ചാൽ മതി. പക്ഷെ അതെല്ലാം നന്മയാണ്. അങ്ങനെ ഒന്നും മേടിച്ചു കൊടുത്താൽ കിഡ്നി രോഗിക്ക്
ഒരു കിഡ്നി സംഭാവന ചെയ്താൽ അതെല്ലാം നന്മയാണെങ്കിൽ കിഡ്നി പോകാതിരിക്കാനുള്ള ജീവിതം പരിശീലിച്ചാൽ, കിഡ്നി പോകാതിരിക്കാനുള്ള ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തിരിയാൻ ഒന്ന് ശ്രമിച്ചാൽ ഈ ഉണ്ടാക്കണ കാശ് അവര് തിന്നില്ലല്ലോ, നമ്മൾ ഉണ്ടാക്കണ കാശ് മറ്റുള്ളവർ തിന്നില്ലല്ലോ എന്ന് ഏതോ വൈദ്യൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ ഞാൻ അതൊന്ന് പറഞ്ഞതാ. അപ്പൊ നമ്മൾ ഇത്രയും നാളും ചികിത്സിച്ച ചികിത്സാ സംവിധാനങ്ങളിൽ പോയി രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. മാറാത്തവരാണ് പലപ്പോഴും നമ്മളെടുത്ത് വരാറ്. ആദ്യമായിട്ട് ഒരു വയറുവേദന വന്നപ്പോ അല്ലെങ്കിൽ കാലുളുങ്ങിയിട്ട് വന്നവരാരും ഇവിടെ എന്തായാലും ഉണ്ടാവൂല. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവോ? ഹാർട്ട് സംബന്ധമായ വിഷയങ്ങൾക്ക് ചികിത്സിക്കാൻ വന്നവർ 1, 2, 3, 4, 5, 6, 7, 8, 9 ആളുണ്ട് അല്ലേ? നടുവേദന, കഴുത്തുവേദനക്കാര്, ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, കൊമഡിയ ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വന്നു. നോക്കിയേ, നല്ല രസമില്ലേ? നോക്കി ഉണ്ട്. ഇവരൊക്കെ ഇതൊക്കെ തന്നെ പറയാൻ പോണേ. എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഡോക്ടർ പറഞ്ഞേക്കുന്നത് L4, L5, S1 കംപ്ലൈന്റ് ആണ്, ഡിസ്കിന് കൊളാപ്സ് ആണ്, ഡിസ്ക് ബൾജിങ് ആണ്, ഞരമ്പ് കുടുങ്ങിയൊക്കെയാണ്, ഞരമ്പ് പ്രശ്നത്തിലാണ്, കംപ്രസ്ഡ് ആണ്, ഇനി ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. ഇതൊക്കെ പറയാനാണ് ഈ പാവങ്ങൾ കഷ്ടപ്പെട്ട് വന്നത്. ഹലോ, ആ ഡിസ്കിന്റെ പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റില്ല. ഡിസ്കിന്റെ പ്രശ്നമുള്ള, അല്ലെങ്കിൽ തന്നെ ഡിസ്കിന്റെ പ്രശ്നമാണ്, എന്നിട്ടാണ് ഈ സാറ് എഴുന്നേറ്റ് ചെക്കാൻ പറയുന്നത്. ഡിസ്കിന് പ്രശ്നത്തിന് ഓപ്പറേഷൻ ചെയ്ത ആളുകളും കൈവയ്ക്കും. അവിടെ നിന്നിട്ടൊന്ന് കൈവയ്ക്കാൻ മതി. 1, 2, 3, 4, 5, 6, 7 എന്നിട്ട് ആ ഡിസ്കിന്റെ പ്രശ്നം മാറിയെങ്കിൽ കുഴപ്പമില്ല. മാറിയില്ലെങ്കിൽ ആ ഒരു കൈയുടെ ഒപ്പം അടുത്ത കൈ കൂടി ഒന്ന് നോക്കിയേ. ആ ഒരു അല്ലെങ്കിൽ പിന്നെ ഇവരിവിടെ വരുമോ? ഹലോ, 6ഓളം പേര് ഡിസ്കിൽ സർജറി ചെയ്തവരുണ്ട് ഈ നിൽക്കുന്നതിൽ. നിങ്ങളോടെല്ലാം ചികിത്സിക്കാൻ പോയപ്പോ ഇരിക്കരുതേ, ഒരു ചോദ്യം ചോദിച്ചിട്ടിരിക്കാനാ. നിങ്ങളോടെല്ലാം ചികിത്സിക്കാൻ ചെന്നപ്പോ നിങ്ങളുടെ ഡിസ്കിന് കംപ്ലൈന്റ് ആണ്, അതിന് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യണം. ആ സ്കാൻ ചെയ്തപ്പോ ആ സ്കാനിങ് റിപ്പോർട്ട് വന്നു. ഇതായിരുന്നു സ്കാനിങ് റിപ്പോർട്ടിൽ L4, L5, S1 കംപ്ലൈന്റ് ആണ്. കാലിന്റെ പുറകിലേക്ക് ഇറങ്ങുന്ന വേദന ഉള്ളവർ, ആ വേദന ഉള്ളവർക്കൊക്കെ ഈ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും. L4, L5, S1 കംപ്ലൈന്റ് ആണ്. കിട്ടിയവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. ഓക്കെ, വെരി ഗുഡ്. ഇനി അതിൽ 5000 രൂപ മേലെ സ്കാനിങ്ങിന് ചെലവായവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. ഈ ഇരിക്കണവരൊക്കെ നോക്കിക്കോട്ടെ, കോമഡി ഇതൊക്കെ തന്നെയാ. ഇങ്ങോട്ട് നോക്കുക, ഈ 5000 രൂപ എനിക്കിപ്പോ തരുമോ? ഈ പറഞ്ഞതിന്, മാറ്റിയതിനല്ല, പറഞ്ഞതിന്. കാരണം പറഞ്ഞതിനല്ലേ നിങ്ങൾ 5000 രൂപ കൂടുതൽ കൊടുത്തത്. മനസ്സിലായില്ല? ഹലോ, പക്ഷെ പറഞ്ഞല്ല ചെയ്തേ, പേപ്പറിൽ എഴുതി തന്നു, ഒരു ഫിലിമും തന്നു. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായി. നേരത്തെ ചപ്പാത്തി തിന്ന പോലെയാണ്. കാരണം എന്താ, ചപ്പാത്തിയുടെ ഉണ്ടേണ് തന്നേർന്നെങ്കിൽ സമാധാനക്കേടായാലേ. പക്ഷെ ചപ്പാത്തി ആയപ്പോ വലുതാണല്ലോ, അപ്പൊ കുഴപ്പമുണ്ടായില്ല. മനസ്സിലായ? അപ്പൊ 5000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 11,000 രൂപ കൊടുത്തു. ഇനി സർജറി ചെയ്തു. സർജറിക്ക് എത്ര ചെലവായിട്ടുണ്ടോ? 1,00,000 രൂപ. കുറവാണ്. നിങ്ങൾക്കോ? 1,00,000. സർജറിക്കാരി വേറെ ആരാണ്? സർജറി എത്ര ചെലവ്? 4,00,000. ഓക്കെ, 4,00,000 ഒന്നും ഇപ്പോ ഒരു കുഴപ്പമില്ല. 18 കോടികൾ മേടിക്കുമ്പോൾ 4,00,000 ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ പനിയുടെ ചികിത്സയുടെ റൂട്ടിലേക്ക് എടുത്താൽ മതി. ഞാൻ പറഞ്ഞത് തിരിഞ്ഞോ? ഇരിക്കും. ഇത്രയധികം ബാക്ക് പെയിൻകാര് എൻ്റെ അടുത്ത് വന്നിട്ട് ഡിസ്കിന് പ്രശ്നമാണ്, ആ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഇത് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാല് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയില്ലയോ? ചോദ്യം മനസ്സിലാവണ്ട. ഇത്രയും അധികം ആളുകൾ, എന്തായാലും ഒരു 50-60ഓളം ആളുകളിൽ കൂടുതൽ എഴുന്നേറ്റ് നിന്നതിലില്ലേ? 50 ഒന്നുമല്ല, 100-ൽ മേലെ ആളുകൾക്ക് ഡിസ്കിന് പ്രശ്നം.
ഈ 100 ആളും വന്നിട്ട് ഒരേ വർത്താനം തന്നെയല്ലേക്കോ പറയണേ. ഡോക്ടർ പറഞ്ഞ് ഡിസ്കിന് പ്രശ്നമാണ്, അപ്പോൾ സർജറി ചെയ്യാന്നാണ് ചിലവരോട് പറയാ. ഇനി അടുത്ത ബന്ധുവായ ഡോക്ടറാണ് ഈ പറയും സർജറി ഒന്നും ചെയ്യേണ്ട, മരുന്നൊന്നും ഇല്ല, നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് വന്നിരുന്നവർ. നല്ല ബന്ധുവായ ഡോക്ടറാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മക്കളുടെ ആരെങ്കിലും ഫ്രണ്ട്സായ ഡോക്ടറൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ സർജറിയാണ് ലാസ്റ്റ്. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഇതാണ് നമ്മളിവിടെ ഓടുന്ന ഓട്ടമെങ്കിൽ ഇതിനൊന്നും കാശ് ചെലവാകുമ്പോ നമുക്കൊന്നും തോന്നാറില്ലെങ്കിൽ ഇവിടെ വന്ന് തുടങ്ങുമ്പോ മുതലേ ചിലർക്ക് ഒരു ഇടങ്ങേറാണ്. എൻ്റെ കാശ് പോവോ, എൻ്റെ കാശ് പോവോ, ഇത്രയും കാശ് കളഞ്ഞതല്ലേ, അപ്പൊ എനിക്കും കുറച്ച് കൊണ്ട് തന്നേരെ. ഹലോ, പോയാലും 3500 പോവുള്ളൂ. ഒരാൾ നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു. നിന്റെ ആ പിശുക്കത്തരാതെ മാറ്റ്. നീ എനിക്ക് വെറുതെ പേപ്പറിൽ എഴുതി തന്നതിനും നീ കൊടുത്തു 11,000 എങ്കിൽ ഇങ്ങനെയുള്ളടത്തൊക്കെ വരുമ്പോ ആദ്യം അവന്റെ ഇടങ്ങേറ് ഇതാ തട്ടിപ്പു ചികിത്സ. നിങ്ങളല്ലാത്ത പറയാ, ചിലരൊക്കെ ലൈവ് പോകുന്നുണ്ടല്ലോ, ആ ലൈവ് പോകുമ്പോൾ ചിലവർക്കൊന്നും തിരിയാനാ തട്ടിപ്പു ചികിത്സയാണോ എന്നാണ് അവൻ ആദ്യം അറിയേണ്ടത്. സത്യത്തിൽ ചികിത്സ തട്ടിപ്പാകുന്നത് ചികിത്സിക്കാൻ അറിയാതെ വരുമ്പോഴാണ്, സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴല്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ഡോക്ടറാണെങ്കിൽ പോലും സത്യത്തിൽ ചികിത്സിക്കാൻ അറിയില്ലെങ്കിൽ അത് വ്യാജന. പിന്നെ ഗവൺമെന്റിന്റെ റൂട്ടിൽ ചികിത്സിക്കാൻ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് വേണം. അതില്ലെങ്കിൽ സത്യത്തിൽ ഈ വർഷങ്ങളോളം ഒക്കെ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ സിസ്റ്റം വച്ചിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് സമ്മതിക്കോ? ഒന്നുമില്ലാതെ ഒരു ഗെയിം നടത്താൻ കഴിയില്ലല്ലോ. അപ്പൊ MBBS ആണോ? അല്ല, ഞങ്ങൾ ആ ഡോക്ടറൊന്നല്ല, എനർജി ഹീലിംഗ് ആണ്, ആ സിസ്റ്റത്തിലാണ്. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാനൊരു ഡെമോ ആണ് സാധാരണ ആദ്യം ചെയ്യാറ്. 2:10 ഡെമോ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? എന്നിട്ട് നമുക്ക് ചികിത്സ എങ്ങനെയെന്ന് പറയാം. അതല്ലേ നല്ലത്? ഡെമോ എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ എന്നെ തോപ്പിക്കരുത്. ഹലോ, നിങ്ങൾ എന്നെ തോപ്പിക്കരുത്. തോപ്പിക്കാൻ വേണ്ടി ആളുകൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഡെമോക്ക് ചലഞ്ച് ചെയ്യുമ്പോൾ ആ ചലഞ്ചിങ് പലപ്പോഴും നിങ്ങൾക്ക് എന്നെ തോപ്പിക്കാനുള്ളത് കൂടി ആകണം. പിന്നെ ഇത് മറ്റേ ചിലവർ പറയാം, ഒരു വിഭാഗം മതസ്ഥരുടെ മറ്റേ കൈകൊട്ടിപ്പാട്ട് പോലുള്ള ഒരു സാധനത്തെ പറ്റിയിട്ട്, അതും അങ്ങനെ പോലും പറയുന്നത് അത് അവരുടെ വിശ്വാസമല്ലേ. ആ വിശ്വാസത്തെ പോലും നീ എന്തിന് കാർന്ന് തിന്നാൻ നോക്കണേ? അവർക്ക് അങ്ങനെ മാറുമെങ്കിൽ അങ്ങനെ മാറിക്കോട്ടെ. ഇതൊന്നുമല്ല. ഇത് ഞാൻ പറയുന്നു, ഞാൻ സിദ്ധനല്ല, എനിക്ക് വലിയ വലിയ എന്താ പറയാ ദൈവീകമായ സംഭവങ്ങൾ കിട്ടിയിട്ട് ചെയ്യുന്നതല്ല. എന്നാൽ ഇതിൽ ഏതൊരുത്തനും, അത് അലോപ്പതി ഡോക്ടറായാലും ആയുർവേദ ഡോക്ടറായാലും, അയാളിൽ നിന്ന് രോഗം മാറുന്നുണ്ടോ? നീ കഴിച്ച മരുന്ന് കൊണ്ട് നിന്റെ രോഗം മാറിയോ? ഏതെങ്കിലും ഗംഗാധരൻ വൈദ്യൻ തന്ന മരുന്നാണെങ്കിൽ പോലും ആ മരുന്ന് കൊണ്ട് നിന്റെ രോഗം മാറിയോ? അത് ദൈവം ഇച്ഛിക്കാതെ അത് മാറില്ല എന്ന് ഉറപ്പുള്ള ഒരാളുമാണ് ഞാൻ. അതല്ലാത്ത ഒരുത്തൻ്റെയും കയ്യിൽ നിന്ന് രോഗശമനമില്ല. എത്ര വലിയ വൈദ്യനാണെങ്കിലും വൈദ്യനായ വൈദ്യൻ വൈദ്യനിലൂടെ നടത്തും. ഹലോ, അപ്പോ ഞാൻ പറഞ്ഞു ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണ്. കാരണം സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങും, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, സ്വിച്ച് ഇട്ടാൽ മോട്ടോർ വർക്ക് ചെയ്യും. എനർജി അങ്ങനെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. കറണ്ട് ഉണ്ട് എന്ന് ഞാൻ കറണ്ടിനെ തൊട്ട് നോക്കിയപ്പോഴല്ല അറിഞ്ഞത്, ഇങ്ങനെയെല്ലാം അറിഞ്ഞു. മതിയോ? അല്ലയോ? പിടിച്ചു നോക്കണോ? ലൈൻ കമ്പിയിൽ പോയി? വേണ്ട, അത് ഡേഞ്ചറാണ്. പകരം ഇത് മതിയാവും. അപ്പൊ അതിന് ഞാനൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ ഡെമോ ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കണേൽ ഞാൻ കാശ് തന്ന് പറയിപ്പിക്കാൻ വന്നവർ കുറെ പേരുണ്ടാവും. ഇവര് മറ്റവരുടെ കമന്റ് അതാണ്, കാശ് എല്ലാ ആഴ്ചയിലും കാശ് തന്ന് പറയിപ്പിക്കാൻ വേണ്ടി വന്നവർ വന്നാൽ ഞാൻ ഈ എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ ആളുകളെ കണ്ടെത്തണമെങ്കിൽ വലിയ പണിയാണ്. നിങ്ങൾ എന്തായാലും ക്ലിനിക്കിൽ വന്നിരുന്നപ്പോൾ പുതിയ ആളുകളുടെ രജിസ്ട്രേഷൻ ടൈമിൽ പലരെയും നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഇനി അല്ലേ നിങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും വരിക, എന്നിട്ട് പുതിയ ആളുകളെയൊക്കെ കണക്ട് ചെയ്യുക, എന്നിട്ട് വെറുതെ ചോദിച്ചു നോക്കുക അവരുടെ രോഗവിവരങ്ങൾ. ആ സംശയങ്ങളുള്ളവർ ആദ്യം ചെയ്യേണ്ടത് അതാണ്.
എന്നിട്ട് അവരുടെ ഇവിടെ ഡെമോ ചെയ്യുമ്പോൾ അതിൽ ആർക്കെങ്കിലും റിസൾട്ട് വന്നോ എന്ന് നോക്കുക. ഇനി അതല്ലേ ശനിയാഴ്ച പോകുന്ന ദിവസം ഈ ആളുകളെ നമ്മൾ ഇരുത്തി വീണ്ടും ചോദിക്കും. ഇവിടെ നിന്ന് വന്നിട്ട് റിസൾട്ട് കിട്ടിയവർ കൈ പൊക്കാൻ പറയും. റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ കൈ പൊക്കോ? പൊക്കൂന്ന് പറയാൻ ആദ്യം വാ പൊങ്ങാത്തവരാണ് കുറച്ച് കുഴപ്പക്കാർ. അപ്പൊ ശനിയാഴ്ച ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കുമോ ഇല്ലയോ? അതാണ് ചോദിച്ചതുള്ളൂ. കാരണം ഇത്രയും മരുന്നൊന്നും ഇല്ലാതെ, നിങ്ങളുടെ രോഗമൊന്നും ചോദിക്കാതെ മാറ്റം വന്നാൽ നിങ്ങൾ കൈ പൊക്കുക. പിന്നെ മാറ്റം വന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവരിങ്ങനെ ഒരു സംവിധാനമായിട്ട് വന്നതാ. നിങ്ങൾ ഇന്ന് വന്നതിന്റെ ഡീറ്റെയിൽ എടുക്കുക. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മാറ്റങ്ങളും സംഭവങ്ങളൊക്കെ പറയാനുള്ളത് ഇവരെടുക്കുക. എന്നിട്ട് ശനിയാഴ്ച ഉൾപ്പെടെ പുതിയൊരു സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്ത് തന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ നോക്കാം, പറ്റാവുന്നവര്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റണതല്ല. പക്ഷെ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗം തന്നെ. കാരണം ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ ഇല്ലാതാക്കലാണ് വലിയ വലിയ സംവിധാനങ്ങളുടെ മെയിൻ പണി. അപ്പൊ നമ്മളിപ്പോൾ ഡെമോ ചെയ്യാൻ പോകുന്നു. എന്താണ് ഡെമോ എന്ന് വെച്ചാൽ എനർജി എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നു തെളിയിക്കലാണ്. അപ്പോൾ സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് ഒരു സ്വിച്ച് ഇട്ടാൽ നിങ്ങളുടെ വേദന മാറുമോ ഇല്ലയോ എന്ന് കാണാം. എല്ലാവരും മാറണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾക്ക് 2G ആയിരിക്കും, ചില ആളുകൾക്ക് 3G ആയിരിക്കും, ചില ആളുകൾക്ക് 5G ആയിരിക്കും. 5Gക്കാരെ നമുക്കിപ്പോൾ തന്നെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഹലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേദന എടുത്തിരിക്കുന്ന, ഞാൻ എന്റെ ചോദ്യം കേൾക്കണേ, ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒക്കെ വേദനയിലാണ് എന്നുള്ളവർ, അത് നടുവേദന, കഴുത്തുവേദന, എന്തു വേദനയാണെങ്കിലും ഇപ്പോ വേദന എടുത്തിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി കിടക്കുമ്പോൾ വേദന വരുന്നതല്ല, നടക്കുമ്പോൾ വേദന വരുന്നതല്ല, നിസ്കരിക്കാൻ മുട്ടുകുത്തിക്കുമ്പോൾ വേദന വരുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേദനയുണ്ട്. കാരണം ഇപ്പൊ എനിക്ക് ഡെമോ കാണിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള വേദനയിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ പോയിട്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഡെമോ എങ്ങനെ കാണിക്കുക? ഇപ്പൊ കാണിച്ച ഡെമോയുടെ ഉത്തരം നിങ്ങൾ വീട്ടിൽ പോയിട്ടല്ലേ പറയുള്ളൂ. എനിക്ക് ഇപ്പൊ കിട്ടണം ഉത്തരം. ഹലോ, സദസ്സിൽ നിന്ന് ഉത്തരം പറയാനും പറ്റണം. അങ്ങനെയുള്ളവർ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ വേദന മാറിയാൽ ഞാൻ ഇവിടെ വന്ന് പറയും, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും. വന്ന് പറയാൻ പറ്റിയില്ലേ എഴുന്നേറ്റ് നിൽക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ വേദന മാറിയാൽ, ഒന്നുകൂടി ഞാൻ പറയാണ്, എൻ്റെ വേദന മാറിയാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കും എന്ന് പറഞ്ഞാൽ കളവ് പറയൂല എന്നർത്ഥം. എഴുന്നേറ്റ് നിൽക്കും. ഇവിടെ വന്ന് പറയാൻ പറ്റുന്നവര് ഇവിടെ വന്ന് പറയുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അങ്ങനെയുള്ള ഇപ്പോ വേദന ഉള്ളവർ എഴുന്നേറ്റ് നിൽക്കും. ഇപ്പോൾ വേദന ഉള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. കുടിക്കാൻ വെള്ളം. ഓക്കെ, വെരി ഗുഡ്. ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയണത് നിങ്ങൾ അനുസരിക്കണം. കണ്ണട മാറ്റി വെക്കണം, ചെരുപ്പ് ഊരിയിടണം. എന്നിട്ട് നിങ്ങൾക്ക് വേദന മാറുന്നത് വരെ നിങ്ങൾ അവിടെ കണ്ണടച്ചിരിക്കണം. വേദന നിങ്ങൾ എവിടെയാണോ പറഞ്ഞത് ആ പറഞ്ഞ സ്പോട്ടിൽ നിന്ന് മാറിയാൽ അപ്പം തന്നെ എഴുന്നേൽക്കണം. എന്ന് പറഞ്ഞാൽ നടുവിന് വലത്തെ സൈഡിലായിരുന്നു വേദനയെങ്കിൽ വലത്തെ സൈഡിൽ മാറി ഇപ്പൊ മുട്ടിനാണ്, അല്ലെങ്കിൽ ഇടത്തെ സൈഡിലാണ് വേദന എങ്കിൽ എന്താക്കണം? അയാൾ എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പോൾ ഉള്ള വേദന ആ സ്പോട്ടിൽ നിന്ന് മാറിയാൽ തന്നെ എഴുന്നേറ്റ് നിൽക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ അല്ലയോ? അപ്പൊ അവര് കണ്ണടച്ചിരുന്നാൽ ഇവിടെ മാറിയവർ വന്ന് പറയുമ്പോ മാറിയവർ ഇങ്ങോട്ട് വന്ന് പറയുക, അല്ലാത്തവർ കണ്ണടച്ചിരിക്കുക മാറുന്നത് വരെ. മാറിയാൽ അവിടെ പിന്നെ ഇരിക്കരുത്, പിന്നെ കൂട്ടരുത്. കണ്ണടച്ചിരിക്കണോണ്ട് കണ്ണ് തുറന്ന് എഴുന്നേറ്റോളണം. വന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും എഴുന്നേറ്റോളണം. എഗ്രി ആണോ? എങ്കിരുന്നോ? കണ്ണടച്ചിരുന്നു. ഇതൊരു ഡെമോയാണ്, ഒരിക്കലും രോഗചികിത്സയല്ല. എന്ന് പറഞ്ഞാൽ അത് ഞാൻ ബാക്കി പറയും. വേദനയെ മാറ്റലാണ്. വേദനയെ മാറ്റൽ രോഗചികിത്സ അല്ല, അത് ഞാൻ ബാക്കി പറയാം. പക്ഷെ വേദനയാണ് നമ്മളുടെ രോഗങ്ങളെല്ലാം. അപ്പോൾ വേദന മാറിയാൽ ഈ ചികിത്സയിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു
ഈ ചികിത്സ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. വന്നവരെയും കൂടെയുള്ളവരെയും ഇരിക്കുന്നവരെയും ബോധ്യപ്പെടുത്തലാണ് ഡെമോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം വേദന മാറിയാൽ അത് നിങ്ങൾക്കേ അറിയൂ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ൂക്കരയിൽ നിന്നാണ് വരുന്നത്. ഹലോ, ഞാൻ ഏലൂക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇത്ര നേരം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇരുന്നത്. അപ്പം ആ കണ്ണടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ആശ്വാസം എനിക്ക് ആയിട്ടുണ്ട്. 9 വർഷമായി ഇതെനിക്ക് തുടങ്ങിയിട്ട്. പേര് ഷിഹാബുദ്ദീൻ. 1 വർഷമായി ശരീരത്തിൻ്റെ നട്ടെല്ലിന് വേദന ഉണ്ടായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഡോക്ടറെ കണ്ട്. അപ്പോൾ ഇതിൽ വന്ന് ആദ്യമായിട്ട് വന്ന് പങ്കെടുത്തതാണ്. ഇപ്പോഴത്തിൽ കുറവുണ്ട് ഇത്രയും ടൈമിൽ ഇരുന്ന്. എൻ്റെ പേര് ഫായിസ്. മലപ്പുറം ജില്ലയിലെ അരിമ്പ്ര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഇതിന് മുമ്പ് ഡിസ്റ്റൻസ് ആയിട്ട് ഹീലിംഗ് ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ളത് ഞാൻ കുഴിയിൽ വീണിട്ട് കാലിലൊരു മുറിവായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇപ്പോഴത്തെ വേദന. അതിപ്പം ചെയ്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80% മാറ്റം ഇപ്പം അനുഭവപ്പെടുന്നുണ്ട്. താങ്ക് യു. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങയിൽ നിന്നാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. കഴുത്തിൻ്റെ ഇവിടേക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല സുഖം തോന്നുന്നു, നല്ലൊരു ആശ്വാസം തോന്നുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷമീദ. ഞാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഇപ്പം ഇവിടെ എനിക്ക് വന്നതിന് ശേഷം 2-3 വർഷമായി കാലിൻ്റെ മുട്ടിന് താഴേക്ക് ഭയങ്കര കഴപ്പാണ്. നിന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ. ഇത് ചെയ്തതിന് ശേഷം വളരെ സുഖം തോന്നുന്നു. എൻ്റെ പേര് തസ്രീഫ. ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ കഴുത്ത് വേദന ഉണ്ടായിരുന്നു. തലവേദന തുടങ്ങിയിട്ട് കുറേ കാലമായി, ഒരു 10-15-20 വർഷത്തിന് മുകളിലായി. തലവേദന ഉണ്ടായിരുന്നു. തലവേദന ഇപ്പോൾ പറഞ്ഞതിന് ശേഷം കുറഞ്ഞു. കഴുത്ത് വേദനയും കുറഞ്ഞു. ഷോൾഡർ വേദന ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു. ഞാൻ കൊടുങ്ങല്ലൂരിൽ വരുന്നത്. എൻ്റെ പേര് റാസിയ എന്നാണ്. എനിക്ക് കുറച്ച് നാളായിട്ട് ഷുഗർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയാണ് എനിക്ക് രണ്ട് ഷോൾഡറിനും വേദന ഉണ്ടായിരുന്നു. പിന്നെ പരടിക്കൊക്കെ വേദന ഉണ്ടായിരുന്നു, പുറകുവശം വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഷുഗർ സംബന്ധമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ ഇത് ചെയ്തപ്പോ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നു. അൽഹംദുലില്ലാ. എൻ്റെ പേര് ഷീബ. ഞാൻ മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ജോയിന്റ് പെയിൻസ് ഉണ്ട്, ഡിസ്കിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞാനിവിടെ എപ്പോഴായാലും ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെ എനിക്ക് കാല് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടിരുന്ന് നടക്കുക. പക്ഷെ ഇപ്പൊ ഇവിടെ ഹീലിംഗിന് ഇരുന്നതിന് ശേഷം എനിക്ക് ആ പെയിൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചെല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലിന്റെ പാദത്തിന്റെ ആംഗിളിൽ നിന്നാണ് പെയിൻ ഉണ്ടാവാറ്. അപ്പൊ ആ പെയിൻ ഇപ്പം ഇല്ല, തീരെ ഇല്ല ആ പെയിൻ ഇപ്പം. തിരുവനന്തപുരം ജില്ല വർക്കലയിൽ നിന്നാണ് പോകുന്നത്. എനിക്ക് നടുവേദന കുറെ വർഷങ്ങളായിട്ടുണ്ട്. മുട്ടുവേദന ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു 2 വർഷമാവും. ഇപ്പൊ നടുവേദനയ്ക്ക് ഒരു 3/4% ആശ്വാസമായി. മുട്ടുവേദനയും കുറച്ച് കുറവുണ്ട്. ഹലോ, എൻ്റെ സ്ഥലം പാനായിക്കുളം. എൻ്റെ പേര് അബ്ദുള്ള. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന ഉണ്ടാകലുണ്ട്.
പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദന, പിന്നെ കാൽമുട്ട് വേദന. ഇപ്പൊ കുറച്ച് സമാധാനത്തിൽ നീങ്ങുന്നുണ്ട് സാർ. കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നതാണ്. കാല് മസിൽ വേദനയാണ്. ഇപ്പൊ ഇതിന് ശേഷം കുറെ വ്യത്യാസം കാണുന്നു. എൻ്റെ പേര് ഇബ്രാഹിം. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. കൈ തീരാൻ വെക്കാൻ പറ്റുന്നില്ല. ഇപ്പം മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട്. തമ്മിൽക്കും കുറവ് വന്നിട്ടുണ്ട്. താങ്ക് യു. ഏഴൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. 13 വർഷമായിട്ടുള്ള നടുവേദനയാണ്. നടുവിനും കാലിനും വേദന. കുറച്ച് സമയം ഇരുന്നതിന് ശേഷം വ്യത്യാസം തോന്നുന്നുണ്ട്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അത് കോതമംഗലം. എനിക്ക് കുറച്ച് നാളായിട്ട് കാലിൻ്റെ ലിഗ്മെന്റിന് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഈ മറ്റേ കാലിൽ സ്ട്രെയിൻ ചെയ്തിട്ട് ഭയങ്കര കാലിന്റെ മുട്ടിൽ ഭയങ്കര വേദനയായിരുന്നു. 2 ഷോൾഡർ വേദന ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സാറിന്റെ ആ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് എന്തോ ഒരു ശരീരത്തിനൊരു സന്തോഷം കിട്ടിയത്, മാതിരി ഒരു എനർജി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കായംകുളത്ത് നിന്ന് വരികയാണ്. എൻ്റെ ഡിസ്ക് വേദന, നടുവേദനയും 2 കാലിൻ്റെ മസിൽ തൊടഭാഗം മൊത്തം വേദനയാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വേദന വേറെ ഉണ്ട്. പക്ഷേ എങ്കിലും അൽഹംദുലില്ലാ ഒരു 50% റിലീഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ. എൻ്റെ പേര് നൗഷാദ് എന്നാണ്. 3.5 വർഷമായി കാലിന് നീരാണ്, ഭയങ്കര പെയിനാണ്. ഇപ്പൊ കുറച്ച് സമയം കണ്ണടച്ചിരുന്നപ്പോൾ തന്നെ ആ പെയിൻ മാറി. ഞാൻ ഞൊണ്ടി അങ്ങനെ വന്നതാണ്. ഞൊണ്ടിയാണ് ഞാൻ വന്നത്. ഇപ്പൊ എനിക്ക് അത്യാവശ്യം നടക്കാൻ പറ്റുന്ന ഒരു ഫീലിംഗ് തോന്നുന്നത്. ഞൊണ്ടി വന്ന വീഡിയോ എടുത്തിരുന്ന ഇല്ല, ശരിക്കും ഞാൻ അങ്ങനെ വന്നതാ, സത്യം. ശരി, ഇപ്പൊ നടക്കാൻ തോന്നുന്നുണ്ട്. ശരി, താങ്ക് യു. എൻ്റെ പേര് സൂസി. വയനാട്ടിൽ നിന്ന് വരുന്നു. ഒരു 40 വർഷമായി കാണും എനിക്ക് നടുവിന് പ്രശ്നമായിട്ട്. പക്ഷെ ഇപ്പം കുറച്ച് വേദനയ്ക്ക് ആക്കം വന്നു. വല്ല നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്ന പോലെ ഒരു വേദനയായിരുന്നു. അപ്പം അതിനൊരാശ്വാസമുണ്ട്. എൻ്റെ പേര് നവാസ് കൊമ്മൻ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നകം ശരിക്കും ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ കാലിങ്ങനെ നിവർത്തി വെച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് പ്രകാരം ചെയ്തപ്പം എനിക്ക് നല്ല ശരിക്കും ഇരിക്കാനൊക്കെ പറ്റി. താങ്ക്സ്, നല്ല സന്തോഷമായി. ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശി, തൃശ്ശൂർ സ്വദേശി കൊടുങ്ങല്ലൂരാണ്. എനിക്ക് 5 വർഷമായിട്ട് ഈ വെരിക്കോസിന്റെ വേദന അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വല്ലപ്പോഴുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. എൻ്റെ പേര് സക്കരിയ. കാസർഗോഡ് ജില്ലയിൽ നീലശ്വരത്ത്. നല്ല വേദന ഉണ്ട് എണീക്കുമ്പോൾ പിടിക്കണം. ഇപ്പം നല്ലൊരു മാറ്റമുണ്ട്. 60-70% മാറിയിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്, പക്ഷെ എന്നാലും മുമ്പത്തെ പോലെ വേദന കുറവ്. ബാക്ക് പെയിൻ ഉണ്ട്, ചുമൽ വേദന, കഴുത്ത് വേദന, നെഞ്ച് വേദന ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. എല്ലാം കുറേ മാറിക്കിട്ടും. വളരെ കുറച്ചേ ഉള്ളൂ. സുലൈമാൻ, കോഴിക്കോടിൽ നിന്ന് വരുന്നു. കാലിൻ്റെ മസിലിൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ വേദനയായിരുന്നു. ചെറിയൊരാശ്വാസം തോന്നുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഷാഹിദ. എനിക്ക് നടുവേദന, കാലിന് വേദന, കാലിന് നീരെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊരു മാറ്റം കാണുന്നുണ്ട്. ഞാനൊരു കിഡ്നി പേഷ്യൻ്റുമാണ്. ഫുള്ള് വേദനയാണ് എനിക്കുള്ളത്. ഞാൻ പൊന്നാനിൽ നിന്ന് വരികയാണ്. എൻ്റെ പേര് ആയിഷ. അപ്പം അങ്ങനെ പിടിക്കാനൊന്നും നിൽക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒരാളെ സഹായം ചെയ്യാണ്ട് എനിക്കൊന്നിനും ഇങ്ങനെ നിൽക്കണ തന്നെ ഒരാളെ പിടിക്കണം നിൽക്കുമ്പോൾ. ഇപ്പം അതിന് ഇതുണ്ട്. ഒരു മിനിറ്റ്. നിങ്ങൾ നടുവിന് ഓപ്പറേഷൻ ചെയ്ത ആളല്ലേ? തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ? കൂടെ വന്നവരാ? എന്താണ് ഒരു അവസ്ഥ? നടുവിന് ഓപ്പറേഷൻ ചെയ്തിട്ട് 19 വർഷം കൊണ്ട് ചെയ്താണ് ഓപ്പറേഷൻ. ഇപ്പൊ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ബെറ്റർ ഫീൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നടുവിലെ ബോൾസ് സ്റ്റീൽ. നിങ്ങൾ നടക്കാൻ പറഞ്ഞപ്പോ ബുദ്ധിമുട്ടായിരുന്നു. മറ്റേത് ഞാൻ പിടിച്ചിട്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ വൈഫ് പിടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ എനർജറ്റിക് ആയിട്ട് തന്നെ ആള് ഞാൻ പോയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ആളെന്നെ മുന്നോട്ട് വരികയും ചെയ്തു. കാലിന്റെ മുട്ടും വേദനയുണ്ട്, ഇപ്പൊ ബെറ്റർ ഫീൽ ആണ്. എൻ്റെ സ്ഥലം വർക്കല. എൻ്റെ പേര് സമീര. എൻ്റെ കൈയുടെ വേദനയുണ്ട്, വെരിക്കോസിൻ്റെ വേദനയുണ്ട്, കാലിൻ്റെ മുട്ടനൊക്കെ വേദന. അതാണ് ചെറിയ ആശ്വാസം. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത്. എനിക്ക് 7 വർഷം മുമ്പ് ട്യൂമറായിരുന്നു.
അത് കഴിഞ്ഞ് ഇപ്പം അതിന് ശാസ്ത്രം ചെയ്തിട്ട് വിൽസന് അത് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത് ട്യൂമർ വന്നിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് ട്യൂമർ വന്നിട്ട് 7 മാസമായി. ഈ സൈഡില് ഒന്നിച്ച വേദനയും ഇപ്പൊ കുറച്ച് സമാധാനമുണ്ട്. തീരെ വന്നില്ല. മണിപ്പാലടക്കം പോയിട്ട് സർജറി പറ്റിയെന്നാ ചിലർ പറഞ്ഞത്, ചിലർ റിസ്ക്കാന്നാ പറഞ്ഞു. ഇപ്പം സമാധാനം. കടമറ്റത്ത് വരുന്നു, എറണാകുളം ജില്ല. എനിക്ക് വാദത്തിൻ്റെ അസുഖവും വെരിക്കോസ് വെയിനുണ്ട്, ഞരമ്പിന് ചെറിയ അസുഖമുണ്ട്, കാലുവേദന, നടുവേദനയൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. കോഴിക്കോട് ജില്ല കൊയിലാണ്ടി ജില്ലയാണ്. എനിക്ക് 8 വർഷം മുമ്പ് ഡിസ്കിന്റെ പ്രശ്നമായിട്ട് ഞാൻ 15 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ട്രീറ്റ്മെന്റ് അവർ എന്നോട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവോയ്ഡ് ചെയ്തു. ഞാൻ ഓപ്പറേഷൻ ചെയ്യാതെ പിന്നെ വീട്ടിൽ ഒരു 3 മാസം റെസ്റ്റ് എടുത്തു. അതിനുശേഷം കോയമ്പത്തൂർ അല്ലിമ്പ്ര അക്യുപഞ്ചർ ക്ലിനിക്കിൽ പോയി അവിടുന്ന് അക്യുപഞ്ചർ ചെയ്തതിനു ശേഷം പിന്നെ അത് കഴിഞ്ഞ ശേഷം എനിക്ക് 6 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായി. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ചെറിയൊരു ആശ്വാസം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മുട്ടിന് താഴെ എനിക്ക് ഇപ്പോൾ തെരുപ്പ് മാറിയിട്ടില്ല. പക്ഷെ ഊരന്റെ വേദന കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. കളമശ്ശേരി എനിക്ക് നല്ല മുട്ടുവേദനയും നടുവേദനയും കുറച്ച് ആശ്വാസം. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നതാണ്. എൻ്റെ പേര് സബീന. എൻ്റെ ദേഹം മൊത്തം നീരും മുട്ടുവേദനയും നടുവേദനയൊക്കെ ആയിരുന്നു. 3 വർഷം കൊണ്ട് ഞാൻ ഗുളിക കഴിക്കാതെ അതിപ്പോ ഗുളിക കഴിച്ച ശരീരം മൊത്തം നീര് വന്നു. ഇവിടെ വന്നപ്പോൾ പകുതിക്കും ആശ്വാസമുള്ളതുപോലെ ഉണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ എന്റെ കൈക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്, അൽഹംദുലില്ലാ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. എനിക്ക് മെയിനായിട്ട് കൂടുതലുള്ള ചികിത്സക്ക് ഉദ്ദേശിച്ച് വന്നതിന് കണ്ണ് ചികിത്സക്കാണ്. കണ്ണിന് കാഴ്ച വളരെ കുറവാണ്. പക്ഷേ ഈ ഉരവേദനയും മുട്ടുവേദനയും ഉണ്ട്. കൂടുതലും വലിയ ശക്തിയായിട്ടൊന്നുമില്ല. കുറച്ച് മുമ്പ് നല്ല ഉണ്ടായിരുന്നു, കുറവുണ്ട്. എങ്കിലും ഇപ്പോൾ കുറച്ചായിരുന്നപ്പോൾ കുറച്ചൊരു മാറ്റം കാണുന്നുണ്ട്. മാറിയെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഇതിന് മാത്രമുള്ളൊരു ആയുണ്ട്.